റേഷ്യോ എന്ന ചാപ്റ്ററിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മിസ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് മിസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി അത് കാണാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ടു മേക്ക് എ ദോശ വി നീഡ് ടു ടേക്ക് 2 cups of black gram for every 3 cups of rice. For 12 cups of rice, how many cups of black gram shall be taken? അതായത് ദോശ ഉണ്ടാക്കാൻ 3 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് എന്നാണ് കണക്ക്. 12 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം? അതായത് എന്താണ്, അരിയും അതുപോലെ ഉഴുന്നും തമ്മിലുള്ള റേഷ്യോ, അംശബന്ധം എന്താന്നാ പറഞ്ഞത്? ഇതാ നോക്കി, 3 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന്. അതായത് 3 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന്, 3:2. അങ്ങനെയെങ്കിൽ ഇവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 12 കപ്പ് അരി എടുത്താൽ, അപ്പൊ 3ന് പകരം ഇവിടെ 12 എടുത്താൽ ഇവിടെ എത്ര എടുക്കണം എന്ന്. അതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ 3 എങ്ങനെയാടാ 12 ആയത്? 3നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 12 ആയത് അല്ലെ? 3 ഗുണിക്കണം 4 ചെയ്തപ്പോഴാണ് 12 ആയത്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഗുണിക്കണം 4 ചെയ്യുക. അതായത് 2 ഗുണിക്കണം 4 8 ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി മിസ് പറഞ്ഞു തരട്ടെ. നമുക്ക് ഈ to plaster the walls of a house, cement and sand are mixed in the ratio 1:5. 45 sacks of cement were bought. How many sacks of sand are needed? വീട്ടിലെ ചുവര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി എത്ര ചാക്ക് മണൽ വാങ്ങണം? അപ്പൊ ഇവരെന്താണ്, സിമന്റും മണലും ഏത് അംശബന്ധത്തിലാണ് ഇവർ എടുത്തിട്ടുള്ളത്? 1:5. അങ്ങനെയെങ്കിൽ ഇവര് ചോദിക്കാണ്, ഇതിനായി 45 ചാക്ക് സിമന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് സിമന്റ് 45, ഒന്നിന് പകരം 45 എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സാൻഡ്, മണൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ചെയ്യേണ്ടത്? സിമ്പിൾ. നമ്മൾ നോക്കിയേ, 1 എങ്ങനെ 45 ആയി? ഇൻറ്റു 45 ചെയ്തപ്പോഴാണ് ഇവൻ 45 ആയത്. അങ്ങനെയെങ്കിൽ ഇവിടെ 5 × 45 ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക? അതായിരിക്കും നിങ്ങളുടെ ആൻസർ. സിമ്പിൾ അല്ലേ? സോ ചെയ്ത് നോക്കിക്കോ, എത്രയാണ് ആൻസർ എന്ന് താഴെ കമന്റ് ചെയ്തോ കേട്ടോ.